നാഗം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. കരിനാഗം, മറ്റ് നാഗം, അനന്തൻ്റെ വകഭേദങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വാസുകിയാണ് ഇവരുടെ രാജാവ്. അപ്പോൾ ഈ നാഗങ്ങളെ നമ്മുടെ പാലാഴി കടയുമ്പോൾ പോലും വാസുകിയാണ് മേരുപർവ്വതത്തിനെ ചുറ്റിയിട്ട് ചെയ്തത്. അത്രയ്ക്കും പവർഫുള്ളാണ് വാസുകി, അതായത് നാഗങ്ങൾ. നാഗങ്ങളെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുത്. നാഗത്തിന് 100 പാലും കൊടുക്കുക, നാഗത്തിനെ പ്രീതിപ്പെടുത്തുക. ആയില്യം നക്ഷത്രം നാഗത്തിൻ്റെ നക്ഷത്രമാണ്. പഞ്ചമി വാരാഹി അമ്മയുടെ നക്ഷത്രമാണ് ഈ ആയില്യം. അപ്പോൾ ഈ ആയില്യം നക്ഷത്രം വരുമ്പോൾ നമ്മൾ നാഗത്തിന് 100 പാലും. ഇപ്പോൾ ആയില്യപൂജ എല്ലാ ക്ഷേത്രങ്ങളിലും ആയില്യപൂജയുണ്ട്. ആയില്യപൂജ നമ്മളും ഭാഗഭാക്കാതെ വരാം. അപ്പോൾ ഈ ദോഷങ്ങൾ മാറും. പ്രത്യേകിച്ച് ആയില്യം, പ്രധാനപ്പെട്ട ആയില്യം എന്ന് പറഞ്ഞാലും കന്നിമാസത്തിലായാലും തുലാമാസത്തിലായാലും, കന്നിമാസത്തിലായാലും വെട്ടിക്കോട്ട് ആയില്യമാണ്. അതാണ് നാഗദേവത തുറക്കുന്നത്. തുലാമാസത്തിലായാലും മണ്ണാർശാലയും, പിന്നെ വൃശ്ചിക മാസത്തിലായാലും, പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ആയാലും ധനുമാസത്തിലായാലും, മേടമാസത്തിലായാലും, കർക്കിടക മാസത്തിലായാലും എല്ലാ ആയില്യത്തിനും പ്രാധാന്യമുണ്ട്. ആയില്യത്തിന് ആയില്യം പൂജ കൊടുക്കുകയും ആയില്യത്തിന് കരിക്കഭിഷേകവും നേദ്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്താൽ വളരെ നല്ലതാണ്. രാഹുപ്രീതിക്ക് ഏറ്റവും നല്ലതാണ് നാഗദേവതയുടെ പ്രാർത്ഥന.